മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസ് പ്രതിയായ മോർഫിംഗ് കേസിൽ തുടർ നടപടിയായി. പ്രതിക്കെതിരെ കൂടുതൽ കേസുകൾ അറസ്റ്റിന് സാധ്യത. 5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഇയാൾ വിൽപ്പന നടത്തിയെന്നാണ് കേസ്. നിഖിൽ പ്രമേഷ് ചേരുന്ന വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. പറയൂ നിഖിൽ. വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ 25-കാരൻ ഒരുപാട് പെൺകുട്ടികളോട് ചെയ്തത്. അതായത് തന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെയുള്ള അല്ലെങ്കിൽ പരിചയത്തിലുള്ള പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരുടെ ചിത്രങ്ങളും മറ്റും ശേഖരിക്കുന്നു. അവരുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് ചിത്രങ്ങൾ ശേഖരിക്കുന്നു. ഇത് മോർഫ് ചെയ്ത് പല സൈറ്റുകളിലും വിൽപ്പന നടത്തുകയാണ് യുവാവ് ചെയ്തത്. സ്വന്തം ബന്ധുക്കളുടെ ചിത്രങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. 5 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളുടെ ചിത്രങ്ങൾ ഈ യുവാവ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ഇയാളുടെ അറസ്റ്റ് പരപ്പനങ്ങാടി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇയാളുടെ വീട്ടിലെത്തി, അരിയല്ലൂരിലെ വീട്ടിലെത്തി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മതിയായിട്ടുള്ള തെളിവുകൾ ലഭ്യമായതിനു പിന്നാലെയാണ് അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. ഇയാളുടെ അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് പറഞ്ഞത് ഇതൊരു ഡിജിറ്റൽ കേസാണ്. സ്വാഭാവികമായിട്ടും കോടതിയിൽ എത്തുമ്പോൾ അത് ദുർബലമായി പോകാതിരിക്കാൻ വേണ്ടി പരമാവധി തെളിവുകൾ ടെലഗ്രാമിൽ നിന്നടക്കമുള്ള ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് ഒരു അറസ്റ്റിലേക്കൊക്കെ പോലീസ് കടന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് കടന്നത്. ഇനി കൂടുതൽ കേസുകളിൽ അറസ്റ്റ് ഉണ്ടാകും. അതായത് കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. താനൂര്, അതോടൊപ്പം തന്നെ പരപ്പനങ്ങാടി, ബേപ്പൂർ, മാഹി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഈ യുവാവിനെതിരെ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇതിനോടകം തന്നെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ കേസുകളിൽ ഇയാൾ ഉറപ്പായും അറസ്റ്റിലാകുമെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തോട്, ചോദ്യം ചെയ്യലിനോട് പ്രതി ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്, ആരാണ് ഇതിന് പണം നൽകി ഈ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വാങ്ങിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ പോലീസിനോട് ഈ യുവാവ് സഹകരിക്കുന്നില്ല. നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് യുവാവ് പറയുന്നത്. പക്ഷേ ഇയാൾ ഇത്തരത്തിലുള്ള ഒരു സൈബർ ഗുണ്ടയാണ് എന്നുള്ളത് നിരവധി പരാതികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു തെറ്റും ചെയ്യാത്ത നിരവധി പെൺകുട്ടികളാണ് ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻസ്റ്റാഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റോറികളും മറ്റും എടുത്താണ് യുവാവ് അത് മോർഫ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ആദ്യം വിൽപ്പനയ്ക്ക് വെക്കുന്നു. ഇത്രയും പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, വീഡിയോകൾ തന്റെ പക്കലുണ്ട്, ഇത് കൂടുതൽ ചിത്രങ്ങൾ വേണമെങ്കിൽ പണം നൽകൂ, അപ്പോൾ അത് നൽകാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും അറിയാത്ത ഒരുപാട് പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. പരമാവധി ശിക്ഷ ഇയാൾക്ക് വാങ്ങി നൽകണമെന്നുള്ളതാണ് ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളൊക്കെ പറയുന്നത്. എന്തായാലും അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. സ്കെയിൽ വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.